എവർക്കും നമസ്കാരം. ഫോക്കസ് കേരള ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്തുരുത്തി മണ്ഡലത്തിലെ ഇലക്ഷൻ വിശേഷങ്ങളാണ് വിലയിരുത്തുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിലെ MLA ശ്രീ മോൻസ് ജോസഫും അദ്ദേഹത്തിനെതിരെ പോരാടുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നിർമ്മല ജമീമാണ് കടുത്തുരുത്തിയിലെ പോരാട്ടത്തിന് ശക്തി പകരുന്നത്. സ്ഥിരമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ ഈ മണ്ഡലത്തിൽ തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ പ്രവർത്തിക്കാനോ തുടർന്ന് വിജയിക്കണമെന്നോ ആഗ്രഹം പോലുമില്ലാതെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും കെട്ടിറക്കിയ സ്ഥാനാർത്ഥിയുമായി വരുന്ന ജോസ് കെ മാണി ഭാഗവും മണ്ഡലത്തിൻ്റെ പൾസ് അറിയുന്ന, ജനങ്ങളെ അറിയുന്ന, സാധാരണക്കാരനെ നേരിട്ടറിയുന്ന ശ്രീ മോൻസ് ജോസഫുമാണ് ഇവിടെ അംഗത്തിനിറങ്ങുന്നത്. ഇത്തവണ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ മണ്ഡലത്തിൻ്റെ രൂപീകരണം മുതൽ നാളിതുവരെ നിരവധി മത്സരങ്ങൾ നടന്നെങ്കിലും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച UDF ആണ് ഇവിടെ ശക്തി പ്രകടിപ്പിച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതിശക്തമായ മുന്നേറ്റമാണ് UDF ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വികസന മുരടിപ്പും ചില ആക്ഷേപങ്ങളും നിലവിലെ MLAയും മുൻ മന്ത്രിയുമായിരുന്ന ശ്രീ മോൻസ് ജോസഫിനെതിരെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ശ്രീ ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ ശത്രുവായ മോൻസ് ജോസഫ് വെറും ഒരു MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ LDF മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ ഭാഗമായിരിക്കുന്ന ജോസ് കെ മാണി ജോസഫിൻ്റെ മണ്ഡലത്തിൽ വികസന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ ഫണ്ടുകൾ നൽകാത്ത സാഹചര്യം നിരവധിയാണെന്നാണ് പ്രിയപ്പെട്ട MLA ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി വഴികൾ, മറ്റ് പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി മാണി ഗ്രൂപ്പും LDFും കേരള സർക്കാരുമാണെന്നാണ് ശ്രീ മോൻസ് ജോസഫ് MLA ആരോപിക്കുന്നത്. എന്തായാലും നിലവിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ പ്രകാരം ശ്രീ മോൻസ് ജോസഫ് MLA ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.